ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം തുറന്നാൽ നമുക്കറിയാം ഫുള്ള് AC ഇട്ടത് കൊണ്ട് കറണ്ട് ബില്ല് കൂടിയതിനെ പറ്റിയുള്ള വീഡിയോകളാണ് വന്നിട്ടുള്ളത്. കുറേ ആൾക്കാരുടെ വീഡിയോ വന്നിട്ടുണ്ട്. അതിൽ ഞാൻ നോക്കുമ്പോൾ എല്ലാ ആൾക്കാരും അഥവാ കറണ്ട് ബില്ല് കൂടി വന്നിട്ടുള്ളത് എല്ലാം 500 യൂണിറ്റിന് മുകളിൽ വന്നിട്ടുള്ള ബില്ലുകളാണ്. എപ്പോഴും ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു, നമ്മൾ എപ്പോഴും കറണ്ട് ബില്ല് വന്ന സമയത്തുള്ള റീഡിംഗ് ഉണ്ടല്ലോ, അതൊന്നുകിൽ നമ്മൾ കലണ്ടറിലോ അല്ലെങ്കിൽ ഡയറിയിലോ എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് ഒരു മാസം കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ബില്ലാകുമ്പോഴത്തേന് എത്ര യൂണിറ്റായി എന്ന് നമ്മൾ തന്നെ ഏകദേശം കണക്കൂട്ടി വെക്കുക. കാരണം 500 യൂണിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഓരോ സ്ലാബ് ഉണ്ടായിരിക്കും. അഥവാ 0 മുതൽ 50 യൂണിറ്റ് വരെ ഒരു ചാർജാണ്, 50 മുതൽ 100 യൂണിറ്റ് വരെ ഒരു ചാർജ്, അങ്ങനെ 250 യൂണിറ്റ് വരെ ഓരോ ചാർജിലാണ് നമുക്ക് KSEB ബില്ല് തരുന്നത്. നേരെ മറിച്ചിട്ട് അതിൽ 2 മാസത്തേക്ക് അവർ കണക്ക് കൂട്ടുക. ഒരു മാസത്തേക്ക് 250, അടുത്ത മാസത്തേക്ക് 250, അങ്ങനെ ടോട്ടലായിട്ട് 500 യൂണിറ്റ് നമ്മൾ ഏകദേശം യൂസ് ചെയ്താൽ നമുക്ക് ബില്ല് വരുന്നത് നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. 2 മാസത്തേക്കാണല്ലോ നമുക്ക് ബില്ല് വരിക. ഇത് 501 യൂണിറ്റ് ആയാൽ പോലും നമ്മുടെ ബില്ല് വ്യത്യാസം വരും. അഥവാ 501 യൂണിറ്റ് ആയാൽ ഒറ്റയടിക്ക് നമുക്ക് കൂടുന്നത് 400 രൂപയോളമാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം നോക്കിയാൽ നമുക്കറിയാമല്ലോ, ഒക്കെ 10,000, 15,000, 18,000 വരെ ബില്ല് വന്ന ആൾക്കാരുണ്ട് AC ഇട്ടിട്ട്. അതിൽ ഞാൻ പറഞ്ഞ കാര്യം ഇതാണ്, 500 യൂണിറ്റ് ആയാൽ നമ്മൾ ഒന്നുകിൽ അത് കൺട്രോൾ ചെയ്ത് ഉപയോഗിക്കുക. പിന്നെ ഇതിൻ്റെ ഡ്യൂട്ടി ശരിക്കൊരു എന്താ പറയുക, കത്തി വെച്ച് കൊല്ലുന്ന പോലത്തെ ഒരു ഡ്യൂട്ടിയാണ്. കാരണം എനർജി ചാർജിൻ്റെ 10% ആണ് ഡ്യൂട്ടി കൊടുക്കുന്നത്. അതോ 10,000 ആണ് എനർജി ചാർജ് വന്ന ആൾക്ക് ഡ്യൂട്ടി വരുന്നത്, ഡ്യൂട്ടി ചാർജ് മാത്രം വരുന്നത് അതിൻ്റെ 10%, 1000 രൂപയോളം വരും. അപ്പോൾ തന്നെ ആളെ ബില്ല് 11,000 ആയി. പിന്നെ മീറ്റർ റെൻ്റ്, സർചാർജ്, അത് ഇത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് പൈസ ഇടും. അപ്പോൾ ഏകദേശം എനർജി ചാർജ് 10 വന്ന ആൾക്ക് പോലും ഏകദേശം 12,000 രൂപയോളം, 1000-ന് മുകളിൽ എന്തായാലും നമുക്ക് എക്സ്ട്രാ ചാർജായിട്ട് കൊടുക്കേണ്ടി വരും. ഒരു 2 AC ഉള്ള ആളാണ് എന്നുണ്ടെങ്കിൽ, വീട്ടിൽ 2 AC അല്ലെങ്കിൽ 3 AC ഉള്ള ആളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം 5,000 രൂപയിൽ മുകളിൽ, 10,000-ൻ്റെ ഇടയിലാണ് നിങ്ങൾ കറണ്ട് ബില്ല് വന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ഐഡിയ, ഏറ്റവും ബെറ്റർ നിങ്ങൾ സോളാറിലേക്ക് മാറുന്നതായിരിക്കും. അതാണ് ഏറ്റവും ബെറ്റർ ഐഡിയ. ഒന്നാമതിപ്പോൾ ഞാൻ ഇതിൻ്റെ മുന്നേ പറഞ്ഞിരുന്നായിരുന്നു, സ്കൂൾ അവധിയാണ്, അതുകൊണ്ട് തന്നെ AC-യുടെ ഉപയോഗം കൂടും. വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടാവും, അപ്പോൾ തന്നെ നമ്മൾ AC-യുടെ ഉപയോഗം കൂടുമെന്ന്. ഇനിയിപ്പോൾ ഈ മാസം കഴിയാറായിട്ടുള്ളൂ, ഇനിയും നമ്മൾ അത്യാവശ്യം AC ഉപയോഗിക്കേണ്ടി വരും. ഇനി അടുത്ത മാസം കൂടി നമ്മൾ ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ ഞാനീ പറഞ്ഞ പോലെ തന്നെ നമ്മൾ മെയിൻ ചെയ്യേണ്ട കാര്യം, ഇപ്പോൾ ബില്ല് വന്നിട്ടുണ്ടാവുമല്ലോ, അപ്പോൾ അതിൽ നമ്മൾ റീഡിങ്ങിൻ്റെ കണക്കുണ്ടായിരിക്കും, എത്രയാണോ റീഡിങ് എടുത്തത്. അത് ഞാനീ പറഞ്ഞ പോലെ ഒന്നുകിൽ കലണ്ടറിലോ അല്ലെങ്കിൽ ഡയറിയിലോ എഴുതി വെക്കുക. എന്നിട്ട് ഏകദേശം ഒരു മാസം കഴിഞ്ഞാലെങ്കിലും നമ്മൾ ആ മീറ്ററിൻ്റെ റീഡിങ്ങിൽ എത്രയാണോ കാണിക്കുന്നത് എന്ന് നോക്കുക. ഏകദേശം 300 കഴിഞ്ഞ് 400 ഒക്കെ എത്താനായാൽ 500 യൂണിറ്റ്, 400 കഴിഞ്ഞാൽ പോലും നമ്മൾ ഉപയോഗം കൺട്രോൾ ചെയ്യുക. നമ്മൾ ഫ്രിഡ്ജ്, എല്ലാ സാധനം, AC മാത്രമാണ് എല്ലാവരും ഇപ്പോൾ ആ റീലിലൊക്കെ ഇട്ടുള്ളത്, വെറും AC-യുടെ വീഡിയോ മാത്രമാണ്. അതല്ലാതെ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ, മിക്സി, അതേപോലെ തന്നെ വെള്ളമടിക്കുന്ന മോട്ടർ, നമ്മൾ അയൺ ചെയ്യുന്നത്, ഇതൊക്കെ കറണ്ട് കൂടുതൽ എടുക്കുന്ന സാധനങ്ങളാണ്. 1000 വാട്ട്സുള്ള AC മാത്രമല്ല കേട്ടോ, 1000 വാട്ട്സുള്ള ഒരു ഉപകരണം 1 മണിക്കൂർ വർക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് 1 യൂണിറ്റ് കറണ്ട് ആവുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ നമുക്ക് കറണ്ട് ബില്ല് കുറവായിട്ട് വരും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.